തൃക്കാക്കരയിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ട് തന്ത്രപരമായ നീക്കവുമായാണ് CPM ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. KPCC ജനറൽ സെക്രട്ടറിയും കൊച്ചി കോർപ്പറേഷൻ കൌൺസിലറുമായ ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നാൽ അവരെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. കോൺഗ്രസിൽ KC വേണുഗോപാൽ ഗ്രൂപ്പുകാരിയായ ദീപ്തി മേയറാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ നീക്കത്തെ A ഗ്രൂപ്പും I ഗ്രൂപ്പും ചേർന്ന് പൊളിക്കുകയാണ് ചെയ്തത്. പാർട്ടി പദവിയൊന്നും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ബാധകമല്ലെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു ഈ സംഘടിത നീക്കം. ഇപ്പോൾ തൃക്കാക്കരയിൽ മത്സരിക്കാൻ തയ്യാറായ ദീപ്തിയെ ഒഴിവാക്കാൻ ഇടപെടുന്നതും A ഗ്രൂപ്പുകൾ ചേർന്നാണ്. ഇക്കാര്യത്തിൽ ഡൽഹിയിലെ ചർച്ചകളിൽ ഒറ്റക്കെട്ടായാണ് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും നീങ്ങുന്നത്. PT തോമസിന്റെ ഭാര്യയായ സിറ്റിംഗ് MLA ഉമാ തോമസ് തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്കുള്ളത്. ഉമാ തോമസിനെ മാറ്റിയാൽ അത് നീതികേടാകുമെന്നും അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമാണ്. ദീപ്തിയെ പരിഗണിച്ചില്ലെങ്കിൽ അവർ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട്. ഇനി ഉമാ തോമസിനെ തഴഞ്ഞാൽ ഉമർ റിബലായി മത്സരിക്കുമെന്ന ഭീതിയും നേതൃത്വത്തിനെ അലട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. തൃക്കാക്കര മണ്ഡലം സ്ഥാപിതമായതു മുതൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. അതായത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന തൃക്കാക്കരയിൽ വിമത നീക്കമുണ്ടായാൽ അത് കോൺഗ്രസിന്റെ വിജയസാധ്യതയാണ് ബാധിക്കുക.